ഹലോ സുഹൃത്തുക്കളെ, ഞാനിന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലേക്കാണ്. നെല്ലിക്കുഴി എന്ന് പറയുന്ന ഫർണിച്ചർ ഗ്രാമത്തിലേക്കാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇതെൻ്റെ പുറകിൽ കണ്ടില്ലേ, ഫർണിച്ചർ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണിത്. നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് ഫർണിച്ചേഴ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ കറൻ്റ്ലി ഫർണിച്ചർ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ, ഫർണിച്ചർ ഷോപ്പ് നടത്താൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ബാംഗ്ലൂരിലേക്ക് പോകാനുള്ള കോട്ടാണല്ലേ? ആണ്. അപ്പോൾ അതാണെങ്കിൽ നമ്മൾ നല്ല അതാണ് ഈ പാക്കിംഗ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പാഴ്സലിൽ ലോജിസ്റ്റിക്സ് ടീമുണ്ട്. അപ്പോൾ അവരായിട്ട് നമുക്ക് സ്ഥിരം കൺസൈൻമെന്റുകളുണ്ട്. ബാംഗ്ലൂർ ആവട്ടെ, ചെന്നൈ ആവട്ടെ, ഓൾമോസ്റ്റ് എല്ലാ സിറ്റീസിലും നമുക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റും. വൈറ്റ് ഓക്ക് ഇന്ത്യയിലുടനീളം സപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ? അതെ, തീർച്ചയായിട്ടും. മലയാളിയുടെ കരങ്ങളാൽ ഇന്ത്യ മൊത്തം ഫർണിച്ചേഴ്സ് പോവാണ്. ഈ കാണുന്നതെല്ലാം നമ്മൾ തടിയാണെങ്കിലും ഫുള്ള് ഡ്രൈ ചെയ്ത് നമ്മൾ നേരത്തെ കൂട്ടി സ്റ്റോക്ക് ചെയ്ത് വച്ചിട്ടുള്ള തടികളാണ്. തേക്കുഡ് ആണെങ്കിലും എല്ലാം. അപ്പോൾ പെട്ടെന്ന് ഇപ്പൊ പച്ച മരം കൊണ്ടൊന്നും ചെയ്യുന്നല്ല. ഇതാ ഇവരുടെ ഇതിന്റെ ഡിസൈൻ ചെയ്യുന്ന തിരക്കിലാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങളെ ഷോപ്പിൽ പോയിട്ട് സമാധാനത്തിൽ അവിടെ ഇരുന്ന് സംസാരിക്കാം. ഓക്കെ. ഇതൊരു വെറൈറ്റി സെറ്റ് ആണല്ലോ. ഇതാ വുഡ് വരുന്നത്? ഇത് വുഡ് വരുന്നത് ടീക്കുഡ് ആണ്. തേക്കാണ്. സെറ്റി വെറൈറ്റി ആണ്. അതിന്റെ ഒപ്പം തന്നെ ഇതിന്റെ ഫംഗ്ഷനിങ് ഡിഫറെന്റ് ആണ്. ഇതിനെന്താണ് ഫംഗ്ഷനിങ്? പർപ്പസ് ഉണ്ട്. ഇതിപ്പോ നോർമലി ഈ രീതിയിൽ ഇരിക്കുമ്പോൾ ഇതിൽ നമുക്ക് ഒരു 3 പേർക്ക് വരെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇതിൽ ഇരിക്കാൻ സാധിക്കും. ഇത് മെയിനായി നേരെ മറിച്ച് നമ്മളിത് ഹോൾഡിംഗ് മാറ്റി. അത് ശരി. മൾട്ടിപർപ്പസ് ആണല്ലേ? മൾട്ടിപർപ്പസ് ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് വല്ല ഗസ്റ്റ് ഒക്കെ വരുന്ന ടൈമിലോ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ബെഡായിട്ട് യൂസ് ചെയ്യും. അപ്പൊ വൈറ്റ് ഓക്കിന്റെ ഓണേഴ്സ് 2 ആളുകളും നമ്മളെ കൂടെ ഉണ്ട്. എന്തൊക്കെയാണ്, സുഖല്ലേ? സുഖം. നമ്മളെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കേ. എൻ്റെ പേര് സെബിൻ. എൻ്റെ പേര് സുബിൻ. നമ്മൾ ഷോപ്പ് വൈറ്റ് ഓക്ക് വരുന്നത് ഇവിടെ നെല്ലിക്കുഴി എന്ന് പറഞ്ഞ കോതമംഗലം നെല്ലിക്കുഴിയിലാണ് ഷോപ്പ് വരുന്നത്. നമ്മൾ 2012 സ്റ്റാർട്ട് ചെയ്തു. ടീക്കുഡ്, അതുപോലെ തന്നെ സോഫാസ്, വുഡൻ ഫർണിച്ചേഴ്സ് എല്ലാ ഐറ്റംസും വരുന്നുണ്ട്. നമ്മൾ തന്നെ മാനുഫാക്ചറിങ്ങും ഇവിടെ തന്നെ നമുക്ക് ഷോപ്പ് ഔട്ട്ലെറ്റും വരുന്നുണ്ട്. നെല്ലിക്കുഴി എന്ന് പറയുന്ന സ്ഥലം ഫർണിച്ചറിൽ വളരെ ഫേമസ് ആണല്ലേ? അതെ. നെല്ലിക്കുഴിയിൽ അധികം സ്ഥാപനങ്ങളുണ്ട്. ഫർണിച്ചർ അനുബന്ധമായിട്ട് ഒരു 500ഓളം സ്ഥാപനങ്ങൾ ഇവിടെ തന്നെ വരുന്നുണ്ട്. വീടുകളുടെ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. വീടുകളുടെ ഒരു സ്പേസ്, അവിടുത്തെ ബഡ്ജറ്റ് എല്ലാം അനുസരിച്ച് നമ്മൾ ഫുള്ളി കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അധികവും നമ്മൾ ചെയ്യുന്നില്ലേ? നമ്മൾ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞു, നെല്ലിക്കുഴി ഒരു ലാൻഡ്മാർക്ക് പറയാൻ പറ്റുമോ? ഞങ്ങളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കോതമംഗലത്ത് നെല്ലിക്കുഴിയിലാണ്. നെല്ലിക്കുഴി കനാൽപ്പാലം ജംഗ്ഷനിലാണ് ഷോപ്പ് വരുന്നത്. നെല്ലിക്കുഴിയിൽ നിന്നും കോതമംഗലത്തേക്ക് പോകുമ്പോൾ കനാൽപ്പാലം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഒരു HDFCന്റെ ATM ഒക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഷോപ്പ് വരുന്നത്. നിങ്ങൾ രണ്ടുപേരും തന്നെയാണോ ഓണേഴ്സ്? വേറെ ആരെങ്കിലും പാർട്ട്നേഴ്സ് ആയിട്ടുണ്ടോ? ഇല്ല. ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ്. ഞങ്ങൾ ചേട്ടനനിയന്മാരുമാണ്. ബ്രദേഴ്സാണ്. അപ്പൊ ഫാമിലി ബിസിനസ് ആണല്ലേ? ഫാമിലി ബിസിനസ് ആണ്. അതെ. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത്? നമ്മൾ നോർമലി എല്ലാവരെ പോലെ സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ നെല്ലിക്കുഴി എന്ന് പറയുന്നത് പൊതുവേ ഫർണിച്ചറിൻ്റെ ഒരു ഹബ്ബാണ്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഇത് ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനോടൊരു പാഷൻ വന്ന് അങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നീടാണെങ്കിലും സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ 2000 ഓൾമോസ്റ്റ് 14 years ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മേഖലയായിട്ട് നിൽക്കുന്നു. അപ്പോൾ ആ ഒരു കസ്റ്റമർ റിലേഷനും എല്ലാം നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ബിസിനസ് പ്രോഫിറ്റ് അതിലുപരി ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ആ ബേസിൽ തന്നെ നമുക്ക് ഇത്രയും നാളുകളായിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ റെഫറൻസും ആ ബിസിനസ്സുകളെല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. കസ്റ്റമർ റിലേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട് മെയിനായിട്ട്. നിങ്ങളൊരു പാഷനായിട്ട് കൊണ്ട് നടക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ലാതെ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലേ? അങ്ങനല്ലേ? തീർച്ചയായും ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഈ ക്വാളിറ്റി തന്നെയാണ് ഞങ്ങളുടെ ഈ ഇതുവരെയുള്ള പോക്കിന് ഞങ്ങൾക്ക് ഗുണം ചെയ്തേക്കുന്നത്. കാരണം ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് വീണ്ടും റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് വരുന്നതും ഞങ്ങളെ തന്നെ വീണ്ടും അവർ അപ്രോച്ച് ചെയ്യുന്നതും. ഞങ്ങളെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാത്തതുകൊണ്ടാണ്. ഇവിടെ ഇത്രയും ഷോപ്പുകൾ ഉള്ളപ്പോൾ തന്നെ നമുക്ക് ഇത്രയും ഇങ്ങനെ സർവൈവ് ചെയ്ത് പോകാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് വിട്ടുവീഴ്ച ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല. നമുക്ക് 1 year അല്ലെങ്കിൽ 6 months ഷോപ്പ് നടത്തിയിട്ട് നിർത്തി പോലല്ലോ ഉദ്ദേശിച്ചത്. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനുള്ള. അപ്പോൾ ആ ക്വാളിറ്റിയും ആ ഒരു റിലേഷൻഷിപ്പും നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. കസ്റ്റമറായിട്ടാണെങ്കിലും പ്രോഫിറ്റിനേക്കാൾ ഉപരി കസ്റ്റമർ റിലേഷന് തന്നെയാണ് നമ്മൾ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. തീർച്ചയായും. വെരി ഗുഡ്. നിങ്ങളുടെ പ്രൈസിംഗ് ഒക്കെ എങ്ങനെയാണ്? സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇപ്പോൾ ദിവാൻ കോട്ടൊക്കെ 5000, സിംഗിൾ കോട്ട് കട്ടിലാണെങ്കിലും 4500 സിംഗിൾ കോട്ട് കട്ടിലും വരുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അധികം പല വീഡിയോസിലും ഭയങ്കര ചീപ്പായിട്ട്
ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഒരു കോമ്പറ്റ് ചെയ്ത് എല്ലാവരുമായിട്ട് ഒരു സ്റ്റാൻഡേർഡ് പ്രൈസിങ്ങിൽ ബെസ്റ്റ് ക്വാളിറ്റി കൊടുക്കാന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്വാളിറ്റിയിൽ ഫോക്കസ് ചെയ്യുന്നു. ക്വാളിറ്റിയിൽ ഫോക്കസ് ചെയ്യുന്നു. അതിനൊരു സ്റ്റാൻഡേർഡ് ബെസ്റ്റ് പ്രൈസിങ് നമുക്ക് കൊടുക്കാൻ പറ്റും. ആ ക്വാളിറ്റിയിൽ ബെസ്റ്റ് പ്രൈസിങ്. ചീപ്പ് വളരെ ചീപ്പിലേക്ക് പോയിട്ട് ഒരു ചീപ്പ് പ്രൈസിങ് അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് പ്രൈസിങ് ചിലപ്പോൾ നമ്മുടെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്താൽ ഇതിലും ചീപ്പറായിട്ട് അവൈലബിൾ ആയിരിക്കാം. മാർക്കറ്റിൽ തന്നെ ഇതിലും ചീപ്പർ അവൈലബിൾ ആയിരിക്കാം. നമ്മൾ പ്രൈസിങ്ങിനേക്കാൾ ഉപരി സർവീസ് ആൻഡ് ക്വാളിറ്റിയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സൂപ്പർ സൂപ്പർ. അപ്പോൾ നിങ്ങളുടെ ഡെലിവറി എങ്ങനെയാണ്? പ്രോഡക്റ്റുകളൊക്കെ കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഡെലിവറി ചെയ്യാൻ പറ്റുമോ? ഞങ്ങളുടെ ഒരു ക്രൈറ്റീരിയ പോകുന്നത് എന്താ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫ്രീ ഡെലിവറി ഇപ്പോൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു 15-20 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്കാണ് ഫ്രീ ഡെലിവറി ഞങ്ങൾ കൊടുക്കുന്നത്. അതിനപ്പുറം അക്കോർഡിംഗ് ടു ദ ബിൽ എമൗണ്ട് ആണ്. ഒരു 1 lakhന്റെ മേലെ ബിൽ എമൗണ്ട് വരുന്നത് ഓൾ കേരള ഫ്രീ ഡെലിവറി കൊടുക്കുന്നുണ്ട്. ഫ്രീ ഡെലിവറി കൊടുക്കുന്നുണ്ട്. അതിൽ താഴത്തേക്ക് വരുന്ന ബിൽ എമൗണ്ടുകൾ നമുക്ക് നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാവുന്ന അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്തു കൊടുക്കാം. പിന്നെ താങ്കളുടെ സബ്സ്ക്രൈബേഴ്സിന് വ്യൂവേഴ്സിനൊക്കെ സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ കൊടുക്കാം. നമുക്ക് ഡെലിവറിയുടെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും നമുക്ക് ചെയ്യാവുന്ന ചെയ്തു കൊടുക്കാം. എന്ത് തന്നെയാണെങ്കിലും ഡെലിവറി ചാർജ് കൊണ്ട് ഒരു ഓർഡർ, ഡെലിവറി ചാർജ് അധികമായിട്ട് വരുന്നുള്ളതിൻ്റെ ബേസിൽ ഒരു ഓർഡർ മിസ് ചെയ്യാൻ നമ്മൾ വിചാരിക്കില്ല. അതിൽ മാക്സിമം സപ്പോർട്ട് നമ്മുടെ സൈഡിൽ നമ്മൾ ചെയ്തു കൊടുക്കും. ഇപ്പോൾ 1 lakh എത്തുന്നില്ല, അതിൻ്റെ താഴെ നിൽക്കുന്നുള്ളൂ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു ഡെലിവറി വരുന്നതിൻ്റെ ഒരു ഷെയർ ചെയ്തിട്ട് ഡെലിവറി ചാർജ് വളരെ മിനിമം കസ്റ്റമറിന് വരുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ച് കസ്റ്റമർ അധികം ബുദ്ധിമുട്ട് വരില്ല. പിന്നെ പല കസ്റ്റമേഴ്സിന് ഇപ്പോൾ ഇത് കുറച്ച് ബൾക്ക് എമൗണ്ട് ആയിരിക്കുമല്ലോ, അപ്പോൾ സ്പോട്ടിൽ പേയ്മെന്റ് ചെയ്യാത്ത രീതിയിൽ EMI ഓപ്ഷൻസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? നമുക്ക് ബജാജ് EMI ആയിട്ട് നമ്മൾ ടൈപ്പ് ഉണ്ട്. അപ്പോൾ ബജാജ് EMI ചെയ്യാം. പിന്നെ ക്രെഡിറ്റ് കാർഡ് ഉള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ നോർമൽ ക്രെഡിറ്റ് കാർഡും വെച്ചിട്ട് നമുക്ക് സ്വൈപ്പിങ്ങിനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. അതും ചെയ്യാം. നമുക്ക് വരുന്ന പ്രൊഡക്റ്റുകൾ ഫർണിച്ചർ സെഗ്മെന്റിൽ തന്നെ ഇപ്പോൾ ഡൈനിങ് റൂം ഫർണിച്ചർ, ബെഡ്റൂം, അതുപോലെ സിറ്റ് ഔട്ട് ഫർണിച്ചേഴ്സ്, ലിവിങ് റൂം, ഇത്രയാണ് സെഗ്മെൻറ്റ് വരുന്നത്. ലിവിങ് റൂമിൽ വരുമ്പോൾ സോഫാസ് വരുന്നുണ്ട്, വുഡൻ സെറ്റുകൾ, വുഡും കുഷനും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള വുഡൻ സെറ്റുകൾ. പിന്നെ ഡൈനിങ് റൂമിലേക്ക് വരുമ്പോൾ ടീക്കിൻ്റെ ആണെങ്കിലും മഹാഗണിയിലാണെങ്കിലും വുഡൻ ടേബിൾസ്, ചെയേഴ്സ്, അതിൻ്റെ ടോപ്പ് വരുന്നു ലേറ്റസ്റ്റ് മാർബിൾ ടോപ്സ് വരുന്നുണ്ട്. മാർബിൾ ടോപ്സ് യൂസ് ചെയ്തുള്ള ഡൈനിങ് സെറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ബെഡ്റൂംസിൽ വരുമ്പോൾ വാർഡ്രോബ്സും അതുപോലെ കട്ടിൽ, ആ സെഗ്മെൻറ്റും നമ്മൾ ചെയ്യുന്നുണ്ട്. വാർഡ്രോബ്സിൽ തന്നെ നമുക്ക് ലാമിനേറ്റഡ് ബോർഡിൽ വരുന്നുണ്ട്. അതാകുമ്പോൾ ഇച്ചിരിയാണ് കോമ്പറ്റേറ്റീവ് ബഡ്ജറ്റിൽ വരുന്ന ഐറ്റംസ് ആണ്. ഇനി അതല്ല ടേക്ക് വേണം അല്ലെങ്കിൽ സോളിഡ് വുഡ് വേണമെന്നുള്ളവർക്ക് നമ്മളതും 3 door 2 door ആരുടെ സ്പേസ് അവൈലബിലിറ്റി അനുസരിച്ച് അതും ചെയ്തു കൊടുക്കാൻ പറ്റും. ഏതൊക്കെ വുഡിലാണ് ചെയ്യുന്നത്? മെയിൻലി നമ്മൾ ടീക്ക് വുഡ്, മഹാഗണി, അതുപോലെ അക്കേഷ്യ. കസ്റ്റമറിന് ഏതാണോ അതിൻ്റെ ബേസിൽ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ ഇപ്പം ഒരു എക്സാമ്പിൾ വെഡിങ് ഒക്കെ വരുന്ന സമയത്ത് വീടുകളിൽ റൂം സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കല്ലേ? തീർച്ചയായിട്ടും അത് നമുക്ക് സൈറ്റിൽ ചെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അവർക്ക് യോജിച്ച രീതിയിൽ തന്നെ, അവരുടെ ബെഡ്റൂമിന് യോജിച്ച രീതിയിലുള്ള ഡിസൈൻസ് നമുക്ക് സജസ്റ്റ് ചെയ്യാം. ഇനി അതല്ല കസ്റ്റമർക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ട്, ഓൾറെഡി അവർ ഡിസൈൻ നോക്കി വെച്ചിട്ടുണ്ട് ഓൺലൈനായിട്ടും അല്ലാണ്ടൊക്കെ, അത് അവർ നമുക്ക് തന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഫർണിച്ചേഴ്സിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് A to Z വൈറ്റ് ചെയ്തു കൊടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും. അതെ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വീട് പണിയുന്നവരെ സംബന്ധിച്ച് അവർക്ക് ആശങ്കകൾ ഉണ്ടാവും. ഫർണിച്ചർ ആണെങ്കിലും അവർ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആശങ്കകൾക്ക് ഫർണിച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് എൻക്വയറീസ് ആണെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. അതിപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഐറ്റംസ് എടുക്കുന്നു അല്ലെങ്കിൽ ഒരു സെയിൽ നടക്കണമെന്ന് നിർബന്ധമില്ല. അവർക്ക് എന്ത് ഇപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള ആശങ്കകളോ എന്ത് ഡൗട്ടുകളോ കാര്യങ്ങൾക്ക് വേണ്ടിയും നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതിനും ഓക്കെ. അപ്പോൾ ഫർണിച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾക്ക് സെബിൻ രണ്ടാളും കോൺടാക്ട് സോറി മാറിയതാണ്. അപ്പോ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും സംസാരിച്ച് ഞങ്ങൾ ഓക്കെ ആണെന്ന് അവർക്ക് ഫുൾ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയാൽ മാത്രം ഞങ്ങളുടെ അടുത്ത് ഫർണിച്ചർ എടുത്താൽ മതി. അല്ലാത്തോടത്തോളം എന്ത് എൻക്വയറീസ് ആയിക്കോട്ടെ അതിനിപ്പോ ലാഭനഷ്ടം നോക്കിയിട്ടൊന്നുമല്ല. ഞങ്ങളുടെ സർവീസ് ആണെന്ന് വിചാരിക്കുന്ന ആളാണ് ആൾക്കാരാണ്. ഇതിലും ഞാൻ ആദ്യം പറഞ്ഞു തന്നെയാണ്, നമ്മൾ കസ്റ്റമർ റിലേഷൻ തന്നെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവരിപ്പോൾ നമ്മുടെ അടുത്ത് എടുക്കട്ടെ അല്ലെങ്കിൽ അവർക്ക് ഇതിലും ബെറ്റർ ചോയ്സ് ഇനി കിട്ടി അടുത്തെന്ന് വിചാരിച്ച് നമ്മളത് ഉദ്ദേശിച്ചല്ല. കസ്റ്റമർ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ കസ്റ്റമറിന് എന്ത് രീതിയിലുള്ള ആശങ്കകളോ എൻക്വയറീസ് എന്തുണ്ടെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടില്ല. ഓക്കെ. വൈറ്റോക്ക് എനിക്ക് തോന്നുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ ഇങ്ങനെ സക്സസ് ആയിട്ട് നിലനിന്ന് പോകുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. നിങ്ങൾ ഫ്രീ ആയിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യാണ്.
ഫർണിച്ചർ റിലേറ്റഡ് ആയിട്ട് എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ടത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. തീർച്ചയായും നമ്മൾ കസ്റ്റമറായിട്ടൊരു ലോങ് ടൈം റിലേഷനാണ് നമ്മൾ മെയിൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി, ഒരൊറ്റ ബിസിനസ്സോട് കൂടി ആ കസ്റ്റമറോടുള്ള എല്ലാ കണക്ഷനും തീരുന്നു എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരല്ല. ആ കസ്റ്റമർ വരണം, വേറെ കസ്റ്റമർ പറഞ്ഞു വിടണം, റിപ്പീറ്റഡ് എൻക്വയറീസ് നടക്കണം, അല്ലെങ്കിൽ ബിസിനസ് നടക്കണം. അങ്ങനെ മാത്രമാണ് ഏത് ബിസിനസ്സും വിജയിക്കുകയുള്ളൂ. അല്ലാതെ ഒരു കസ്റ്റമർ ഒരു പ്രാവശ്യം വന്നതോടുകൂടി അയാൾ നമ്മളുമായിട്ടുള്ള എല്ലാ റിലേഷനും നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഗ്രോത്ത് വരില്ല. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അതായത് ഒരുപാട് സന്തോഷം നിങ്ങളെ പരിചയപ്പെടാൻ സാധിച്ചതിൽ. നിങ്ങൾ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. അപ്പം അത് കണ്ടിന്യൂ ചെയ്യാം, ബിസിനസ് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ഞാൻ വീണ്ടും വരട്ടെ, നമുക്ക് അടുത്ത സമയം വീണ്ടും കാണാം. ബൈ. ബൈ.